ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കപ്പോൾ ഇന്ന് ഇത് അനയുടെ അനീത്തിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ മേക്കപ്പ് ചെയ്തതാണ്. ഞങ്ങൾ കലോത്സവത്തിന് പോയതാണ്. എൻ്റെ അനിയനും ഉണ്ട് ഇവിടെ. അപ്പോൾ അവൻ ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ആ കലോത്സവത്തിൻ്റെ പേര് ശലോത്സവം എന്നാണ്. അപ്പോൾ അതായത് നമ്മുടെ കലോത്സവത്തിന് വന്നേക്കുക ഭയങ്കര കാര്യങ്ങൾ അനയെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടുക കേട്ടോ. പിന്നെ എൻ്റെ അനിയനെ ഒരുക്കണം, പിന്നെ അനയുടെ അനിയത്തിയെ ഒരുക്കണം. ഫസ്റ്റ് അനയുടെ അനിയത്തി പാറുവിനെ അനയെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പാർവൻ എൻ്റെ അമ്മയുടെ കൂടെ ഒരു ബ്രൗൺ ഷർട്ട്. ഇതാണ് പാർവൻ. എൻ്റെ അമ്മ വയലറ്റ് ടോപ്പ് ഇട്ട് ബ്ലാക്ക് പോവാം. ഇതാണ് എൻ്റെ അനിയനെ കലോത്സവം കൊച്ചു പിള്ളേരുടെ അംഗൻവാടിയുള്ളവരുടെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അമ്മയുടെ അനയുടെ ആവട്ടെ നോക്കാം. പിന്നെ വോയിസ് റെക്കോർഡിലൂടെ ആൾക്കാരായിരിക്കാം. കുറേ പിള്ളേരുടെ പരിപാടി ഞാൻ കുറച്ച് കണ്ട് ആനയുടെയും പാർവന്റെ പരിപാടിക്ക് നിങ്ങളുടെ വീഡിയോ പല പല അംഗൻവാടി ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ അംഗൻവാടിയിൽ നല്ലോണം കളിക്കും. നല്ലപ്പം പാർട്ടിനെക്കാട്ടി കുറച്ച് ഓൾഡാ, എന്നാലും ആ അംഗൻവാടിയിൽ നല്ല ക്യൂരിയസിറ്റി. ഈ കൊച്ചിന് കുറച്ച് ഓൾഡായിട്ടുള്ള അന്ന് നല്ലപോലെ കളിക്കുന്നുണ്ട്. മോനിക്ക് നല്ലപോലെ കളിക്കും. പിന്നെ ആ കൊച്ച് കളിക്കുന്നുണ്ട് നല്ല ഇനി അടുത്ത അമ്മയുടെ പ്രോഗ്രാമാണ്. അമ്മയുടെ പ്രോഗ്രാം കുറച്ച് പാട്ടാണ്. യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. അമ്മയോ 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 അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ചാനലിൽ അവരുടെ ആ പാട്ടിട്ടേക്കാം. അവളാണെങ്കിൽ ഞാൻ കാണിക്കാം. അവരൊരു വല്ലാത്തൊരു കളറാണ്. ടീച്ചേഴ്സാണ് അമ്മയെ തേണ്ടി ഇവിടെ ഇപ്പാണ്. നമുക്കപ്പോൾ വീഡിയോ അത് പാട്ട് ഞാൻ കമൻറ്റ് ചെയ്തേക്കാമേ. രണ്ട് കൊച്ചുങ്ങളുണ്ട്. Bye.
ചെന്ന് അതിൻ്റെ ഉടുപ്പ് നല്ലതായിട്ടാക്കിയിരിക്കുന്നത്. ഒരു ഫ്രീ ടൈം
3 ടീച്ചേഴ്സ് അങ്ങനെ കളിക്കും കേട്ടോ. ദേണ്ട ഗൈസ്, ഈ ടീച്ചറാണ് കേട്ടോ. ഇങ്ങോട്ട് വരും, അടുത്തങ്ങ് പോകും കേട്ടോ. ഇങ്ങനെ കളിക്കും, വീണ്ടും കളിക്കും, വീണ്ടും കളിക്കും. നമ്മള് അമ്മയെ പിടിച്ചോണ്ട് പോകുന്നത്. അമ്മയ്ക്ക് ഡ്രസ് ഇട്ട് കൊടുക്കും. ഞാനാണ് മേക്കപ്പ് മാൻ. അവൾക്ക് ഡാൻസ് എൻ്റെ അനിയനുണ്ട്, അവന് കാണിച്ചു തരാം. കമ്മലിട്ട് കൊടുക്കാം. പക്ഷെ ആരും വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ട് മേക്കപ്പിൻ്റെ അവൾക്ക് കമ്മലിട്ട് അവളെ ലാസ്റ്റ് ടീച്ചറാക്കിയപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര വാശിയായിരുന്നു. ഞാൻ അപ്പം കമ്മലിട്ട് അവൾക്ക് നല്ല പൗഡറും നമ്മുടെ ഐ ഷാഡോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കൊള്ളാമോ? നല്ല രസമില്ലയോ? അവള് 2-3 പ്രാവശ്യം ചേച്ചി ഫോട്ടോ എടുക്കും, ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അങ്ങനെ ഫോട്ടോ എടുക്കുക. എന്നാൽ അനയുണ്ടല്ലോ ഇവളുടെ ചേച്ചി, അവൾ ഫുള്ളോടെ അലമ്പാണ് കേട്ടോ. അവിടെ പോയി പിള്ളേരുടെ കൂടെ ഡാൻസ് കളിക്കുവാണ് ഈ സമയത്തല്ല. പിന്നെ അതെന്താ നമ്മളിപ്പം കളിക്കുമ്പോൾ ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച വീഡിയോ അതാണ് ഈ പാറുവിൻ്റെ അമ്മ, അതായത് അനയുടെ അമ്മ. അങ്ങനെ പാറുവിൻ്റെ കഥ പറയുവാണ് കേട്ടോ. പാറു നല്ലവണ്ണം കഥ പറയുന്നു. അപ്പം നമ്മൾ ഈ എന്താ അനയുടെ അച്ഛനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് പാറുവിൻ്റെ അമ്മയുടെ അനയുടെ അച്ഛൻ. പാറു എന്ന് പറഞ്ഞാൽ അമ്മയാണ് കേട്ടോ ഒരാൾ. പിന്നെ ലോങ്മോസ്റ്റ് നമ്മളെ ഒരു ടീച്ചറിങ് കുട്ടിയാക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ അവൾ ഇടയ്ക്ക് കയറി വന്നപ്പോഴുണ്ടല്ലോ ആ അമ്മയെ കയറി വന്നു, നമുക്ക് പകുതി അറിഞ്ഞു. അതാണ് എല്ലാവരും മൈക്കോട് കേട്ടു. ഞാനിവിടെ നിന്ന് പറയുമോ നമസ്കാരം ഒറ്റ തള്ളു കണ്ടപ്പോ പറയുവേ കേട്ടോ. ഭയങ്കര കോമഡിയൊക്കെ ഉണ്ടോ? ഇങ്ങനെ അമ്മ അങ്ങ് അല്ല അന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. പോയിട്ട് വരട്ടെ. പാവം താക്കോ. പാറു ഉറക്കപ്പാട്. അപ്പോൾ ഗൈസ് പാർത്ഥനാണ് കേട്ടോ എൻ്റെ അനിയൻ. ഇവനാണെങ്കിൽ ഭയങ്കര കുസൃതിയാണ്. ഞാൻ അവനോട് മത്സരിച്ചതിൻ്റെ ഫോട്ടോ എടുക്കുക, അങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അവൻ്റെ ഫോട്ടോ. പിന്നെ ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയെ ഞാൻ അമ്മയാണ് കേട്ടോ അവൾക്ക് ബിഗ് ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. അവളുടെ അമ്മയുടെ കൂടെ അവളുടെ ചേച്ചിയെ പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് അവരെ എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ അമ്മ സൈഡിൽ കൊണ്ടുവരുന്നത് ഒരു എന്തായിരുന്നു ഒരു ടോപ്പ് ഇട്ടുണ്ട്, പർപ്പിൾ ടോപ്പ് ഇട്ടുണ്ട്. വേണ്ട തുമ്പികളൊക്കെ ഉണ്ട്.
ലാസ്റ്റ് അവിടെ കൊണ്ട് നിർത്തി കേട്ടോ. കാണിച്ചു അങ്ങോട്ട് കയറ്റി വിട്ടിച്ചല്ലേ പിന്നെ ഏറ്റവും അവസ്ഥ ഡോക്ടറായിട്ട് കറുത്ത മാറ്റൊക്കെ ഇട്ട് അതാണ് കേട്ടോ പാർത്ഥൻ. ഇതാണ് അങ്ങനത്തെ. അരെ ക്ലിയർ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് നോക്കണ്ട. അതാണ് കേട്ടോ ടെലിസ്കോപ്പൊക്കെ ആ സമയത്ത് അനയെ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ ഇങ്ങിത്താ ടെലിസ്കോപ്പ് ഇങ്ങിത്താ അടുത്തേണ്ട അവനെ അവിടെ കൊണ്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നോക്കാൻ ഞാൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയത് അറിയാം. അവൾ പറഞ്ഞു അതിങ്ങിത്താ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതേണ്ട പാർത്ഥൻ ഭയങ്കര കുസൃതിയല്ല, കുറച്ച് നല്ല കൊച്ചാണ് കേട്ടോ. പാർത്ഥൻ ഇങ്ങോട്ടേക്ക് നോക്കി. പിന്നെ രാധയും കൃഷ്ണനും ജോഡി. ഇതാണ് പാർത്ഥൻ ടെലിസ്കോപ്പ്. ആ വീഡിയോ ഞാൻ ഇട്ടില്ലയോ? ഞാൻ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്ക്, ഉണ്ടായിരിക്കും, മിക്കവാറും ഉണ്ടാവാനായിരിക്കും സാധ്യത. പാർത്ഥൻ തേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു വെള്ള ഷർട്ട് അതിൻ്റെ അകത്തൊരു കണ്ട ഇങ്ങനെ തല ഏതാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, തലയിലൊക്കെ കൈവച്ച് തേണ്ടാണ്ട ഫാൻസി ഡ്രസ്സിന് അവൻ ഒരുങ്ങിയ ഫോട്ടോയാണ് കേട്ടോ. അത് കണ്ട നടുക്ക് വയ്ക്കുന്ന ഇറക്കൻ കണ്ട. ഈ ഫോട്ടോ വയ്ക്കാത്ത അവനല്ല കേട്ടോ. ഈ ഫോട്ടോ വയ്ക്കത്ത് വേറെ ഏതൊക്കെ വെച്ചാൽ ഈ ഫോട്ടോയ്ക്കകത്ത് അവൻ തന്നെ കേട്ടോ. ഈ സമയത്താണ് ആര് നമ്മുടെ അമ്മയ അവൻ്റെ അങ്ങോട്ട് ടെലിസ്കോപ്പ് ഊരി കൊടുത്തത്. ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും മിക്കവാറും. നോക്കാമേ, ഞാൻ വിചാരിച്ചു അത് കാണിക്കേണ്ടതെന്നാണ്. എന്നാൽ അനയ അത് ഞാൻ ആ വീഡിയോ ഉണ്ടല്ലോ ഇത് കാണിച്ചു. പിന്നെ എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരോടും പൊക്കി പിടിക്കുന്നു പറഞ്ഞ് എൻ്റെ അനിയൻ മാത്രമേ പൊക്കി പിടിച്ചു കൊടുക്കണ്ട. ഇങ്ങേറ്റത്ത് കണ്ട നിൽക്കുന്നുണ്ട്. ഇപ്പം അവൻ പൊക്കി പിടിക്കുന്നതാണ് നല്ല രസം. എൻ്റെ അനിയൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് ആരാ? നമ്മുടെ അനയുടെ, അതായത് തക്കുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇതേണ്ട എൻ്റെ ഏറ്റവും പൊക്കി ഇടിച്ചേക്കുന്ന എൻ്റെ അനിയനാണ് കേട്ടോ. ഇപ്പുറത്ത് നിൽക്കുന്നത് അവൻ്റെ ടീച്ചറുമാണ്. ഒരു ബ്ലൗസ് ഒരു നീല കളറ് കണ്ട, അത് മാത്രമാണ് പൊക്കി പിടിച്ചേക്കുന്നത്. എല്ലാവരും അങ്ങനെ പൊക്കി പിടിക്കുന്ന പോറെപ്പോഴേ പൊക്കി പിടിച്ച്. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷം കണ്ടോ. പിന്നെ ആരൊക്കെയോ നോക്കുക ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവന് ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഈ കൊച്ചിലെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം കാണാമേ ഈ വീഡിയോ തോന്നുന്നു കേട്ടോ. അത് ഫാൻസി ഡ്രസ്സിന് പാർത്ഥനെ അവിടെ കൊണ്ടുപോയി അറിയാ അതായിരുന്നു. ഇപ്പം കാണാം കേട്ടോ. ഇങ്ങനെ എത്തിക്കുന്നുണ്ട്, സ്പൈഡർമാൻ്റെ ഇപ്പുറത്തേക്കുന്നുണ്ടോ, അതെൻ്റെ അനിയനാണ് കേട്ടോ. ഇപ്പം കാണാം ഇതാണ് കണ്ടോ. തക്കുവ ഇത് ഊരി മാറ്റിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർ അങ്ങ് പിടിച്ച് ടെലിസ്കോപ്പ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ടീച്ചർ അങ്ങ് പിടിച്ചത്. പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ ടെലിസ്കോപ്പ്. സ്പൈഡർമാൻ്റെ ഇപ്പുറത്ത് നെഹ്റുവിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതാണ് കേട്ടോ കണ്ടോ. പിന്നെ ഞാൻ ടെലിസ്കോപ്പ് കൊണ്ടുപോയി ചാരകളുടെ ടെലിസ്കോപ്പ് സ്പൈഡർമാൻ ആവണമെന്ന് ചോദിച്ചാൽ അവൻ്റെ ആഗ്രഹം. പിന്നെ ഇന്നാണ് കേട്ടോ സ്പൈഡർമാൻ ഇത് വേറെ ഏതൊരു കുറച്ച് ഡാൻസ് കളിക്കുന്നത് ഇതേ ഡ്രസ്സ് തന്നെ നമ്മുടെ സംഘത്തിൻ്റെ അനിയത്തിയുടെ ഡ്രസ്സ്. പക്ഷെ മോളിൽ വരെ കളർ ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഒരേപോലെ.
അറ്റത്തല്ല, അങ്ങേയറ്റത്ത്, ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുന്നുണ്ട് എൻ്റെ അനിയൻ തുള്ളി ചെയ്യുന്ന. അപ്പുറത്ത് ഇപ്പുറത്ത് ഞാനും തക്കുവാണ് കേട്ടോ ഫ്രണ്ട് ഇരിക്കുന്നത്. തക്കു ഒരു വെള്ള എടുക്കും, ഞാനൊരു ബ്ലാക്ക് എടുക്കും. കണ്ടോ ഞാൻ മാറുന്നുണ്ട്, ഒരു പിങ്ക് ബണ്ണ് കണ്ടോ. ഏറ്റവും ഫ്രണ്ട് അവർക്ക് ഇന്ന് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ എന്നെ കണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നത്. അവനെ കണ്ടോ ഇപ്പുറത്ത് അവൻ്റെ പാൻ്റൊക്കെ ചെറുതായിട്ട് ഉയരാൻ പോകുന്ന പോലെ അവൻ അപ്ഡേറ്റ്. പക്ഷെ അവൻ ഞാൻ അറിയാതെ അപ്പോൾ ആ ഒരു തക്കുവാണ് തെറ്റി കാണിച്ചു കൊടുത്തു. അപ്പോഴവൻ വൺ ചൂണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ശരിയാക്കിയിട്ടാണ് കാണിച്ചു കൊടുത്തത്. തക്കു പിന്നെ അവന് തെറ്റി കാണിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ശരിയാക്കി. അവന് പിന്നെ അവൻ അങ്ങോട്ട് കളിച്ചു തുടങ്ങിയത് എന്നെ കണ്ട കേട്ടോ. നല്ല രസം. പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ നീട്ടി തരാം. നല്ല പോണാവും കളിക്കും കേട്ടോ. ഇതെന്നെ കളിക്കുന്നുണ്ട്. എല്ലാ പിള്ളേരും നല്ല ക്ലിയറായിട്ടാണ് എന്തുവാന്ന് എനിക്കറിയില്ല. ഞാനല്ല കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്, എൻ്റെ അമ്മയാണ്. അതായത് ഒരു പ്രശ്നം. അമ്മ വീഡിയോ എടുക്കുകയാണെങ്കിൽ അമ്മ പറയും ബ്രൈറ്റ്നസ് കൂട്ടിയില്ല, ഇടൂല എന്തെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ നേരെ കൊണ്ട് പ്രകാശമല്ല ബ്രൈറ്റ്നസ് അല്ല ഫ്ലാഷ് ഇതാകുമ്പോൾ വെട്ടം വരത്തില്ല. അപ്പം ബാക്കിയുള്ളവർ വഴക്ക് പറയുന്ന അമ്മ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ ഇടുമ്പോൾ എന്തായാലും ഫ്ലാഷ് കൂട്ടി ഞാൻ അവർ ദേവതീ ഹംസം നീയോ ഹംസം നീയോ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഞാനാണെങ്കിൽ ഈ വീഡിയോ ഞാൻ അയച്ചു തരാം കേട്ടോ. അയച്ചു തരാമെന്നല്ല, യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടേക്കാം. എല്ലാവരും നല്ല പോണം കളിക്കുന്നുണ്ട്. അതല്ലേ എൻ്റെ സന്തോഷം. അമ്മയൊക്കെയാണ് നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് അങ്ങോട്ടേക്കും കളിക്കുന്നുണ്ട്. ഇപ്പുറത്തേക്കുന്ന വേറെ ഏതൊരു കൊച്ചാട്ടോ. ഇത് ജോയൽ എന്നാട്ടോ കുട്ടിൻ്റെ പേര്. വേണ്ട ഇപ്പുറത്ത് ഇങ്ങേയറ്റത്ത് ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. അങ്ങേയറ്റത്ത് കിടക്കുന്ന ആൺകുട്ടിയാണ് കേട്ടോ എൻ്റെ അനിയൻ. പാർത്ഥൻ ലതീഷ് എന്നാണ് എൻ്റെ അനിയൻ്റെ പേര്. പാർത്ഥൻ. എൻ്റെ പേര് പവിത്ര ലതീഷ് എന്നും. പിന്നെ അനയ അനീഷ് എന്നാണ് അനയുടെ പേര്. അവളുടെ അനിയത്തിയുടെ പേര് അമയ അനീഷ് എന്നാണ് കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന പേര് അനിയത്തിയുടെ തക്കുവിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് പാറു. തക്കുവിൻ്റെ പേര് തക്കു. അത്രയേ ഉള്ളൂ. എൻ്റെ പേര് കുഞ്ഞറ്റ, എൻ്റെ അനിയൻ്റെ പേര് കുഞ്ഞുണ്ണി. അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെല്ലാം മാച്ചായിട്ടായിട്ട് വിടുന്നത്. നമുക്കപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടേക്കാമേ. എല്ലാത്തിൻ്റെയോടെ ഇട്ടേക്കാം. പിള്ളേരൊക്കെ പിന്നെ തന്നെ ഇങ്ങനെ ചേർന്ന് കളിക്കുമായിരുന്നു കേട്ടോ.
മന്ദാര പൂമണം നിറഞ്ഞു തിങ്ങി